തമിഴിൽ ശ്രദ്ധിച്ചതാണ് ഒരു ഉടായിപ്പ് വേല ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ബ്ലോഗിങ്ങിൻ്റെ എല്ലാ പരിപാടികളും നമ്മൾ തീർത്ത് കഴിഞ്ഞു. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ബ്ലോഗിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ആൻഡ്രോയിഡ് ആപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസ് എന്തുകൊണ്ട് ഈ ചാനൽ ഇടുന്നു എന്ന് വെച്ചാൽ, ആഡ്സെൻസ് കിട്ടാൻ നിങ്ങൾ ഒരു പ്രാവശ്യം ശ്രദ്ധിച്ച് കാണും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടാറില്ല, ചില ആൾക്കാർക്ക് 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് കിട്ടും, ചില ആൾക്കാർക്ക് ഒരു 6 മാസം 7 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ ശേഷമാണ് നമുക്ക് ആഡ്സെൻസ് കിട്ടുന്നത്. അതേസമയം ആഡ്സെൻസ് ഗൂഗിളിൽ തന്നെ ആഡ് മൊബൈൽ, അതായത് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ആഡ്സ് ഡെലിവർ ചെയ്യുന്ന ആഡ് മൊബ് എന്നൊരു സംവിധാനം ഇൻസ്റ്റൻ്റ്ലി സൈനപ്പ് ചെയ്യുന്ന ഉടനെ തന്നെ ഇൻസ്റ്റൻ്റ്ലി തന്നെ അവർക്ക് ആഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ സൈനപ്പ് ചെയ്തതിന് ശേഷം ഒരു ID ജനറേറ്റ് ചെയ്താൽ 15 തൊട്ട് 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ആപ്പിൻ്റെ അകത്ത് ആഡ്സ് വന്നു തുടങ്ങുന്നതാണ്. അത് മാത്രമല്ല, ഗൂഗിൾ ആഡ്സെൻസ് ഒരു ബ്ലോഗിൽ ചെയ്യുന്നതിനേക്കാളും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് ഒരു ആപ്ലിക്കേഷനിൽ നിന്നായിരിക്കും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ വിശ്വാസവും. അങ്ങനെ തന്നെയാണ് എൻ്റെ അനുഭവം. അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ കാണാനുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. ഇപ്പോൾ FIFA വേൾഡ് കപ്പിന് അപ്പോൾ സ്കോർ പിന്നെ ടീമിനെ കുറിച്ചുള്ള വിവരങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയതിന് ശേഷം എന്നോട് ചോദിച്ചാൽ അത് പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിന് കുറച്ച് ഡിസ്ക്രിപ്ഷനൊക്കെ ഇട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് ആ ഒരു ആപ്പിൽ നിന്നുണ്ടായത്, എൻ്റെ ആ സുഹൃത്തിൻ്റെ ആപ്പിൽ നിന്നുണ്ടായത് $1. ഒരു ദിവസം $1 വെച്ച് അത് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആപ്പുകൾ നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു $5 എങ്കിലും മിനിമം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടി അപ്പോൾ ആ ഒരു സംവിധാനം കൂടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇനി മുതൽ ആഡ് മൂവിന് ഞാനൊരു പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഗൂഗിൾ ആഡ്സെൻസിനും 6 മാസം വരെ കാത്തിരിക്കേണ്ടി വരുന്നു. യൂട്യൂബിന് നോക്കട്ടെ 1000 സബ്സ്ക്രൈബറും 4000 മണിക്കൂർ വാച്ച് അവറും വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇനി ഭാവിയിൽ ചിലപ്പോൾ ആഡ് മൂവിൻ്റെ കാര്യവും അതുപോലെ ആവും. അപ്പോൾ ചിലപ്പം ആഡ് മൂവും നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ റിവ്യൂ ചെയ്ത് ആഡ്സ് തരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമേ അവർ ആഡ്സ് പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറേ റൂൾസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഡ് മൂവിൻ്റെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോ ഇതാണ്, മറ്റുള്ളവരുടെ ആപ്പ് കൊണ്ട് നമുക്ക് എങ്ങനെ വരുമാനം കണ്ടെത്താം എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ഉടായ്പ പരിപാടിയാണ്, അത് അത്ര റെക്കമെൻഡഡ് അല്ല. എന്നിരുന്നാലും ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിലും പിന്നെ മലയാളികൾക്ക് ഒരു ഇച്ചിരിയൊക്കെ ഉടായ്പ പരിപാടികളൊക്കെ ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ്, മറ്റുള്ളവരുടെ. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു റിസർച്ച് നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, APK എഡിറ്റർ എന്ന് പറയുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ എഡിറ്റർ എന്നാണ്, APK എഡിറ്റർ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. സെലക്ട് ആൻ APK ഫ്രം ഫയൽ, സെലക്ട് APK ഫ്രം ആപ്പ്, പിന്നെ ഹെൽപ്പ്, എക്സിറ്റ്, അങ്ങനെ ഒരു 4 ഓപ്ഷനാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചത്. അപ്പോൾ സെലക്ട് ഫ്രം ആപ്പ് APP എന്നിരിക്കുന്നത് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും ലിസ്റ്റ് ഇവിടെ കാണും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ആഡ് മൂവ് തന്നെ എടുക്കുവാണ്. ആഡ് മൂവ് എടുത്തു. ഇതിൻ്റെ അകത്ത് ഫുൾ എഡിറ്റ് എന്നൊരു സംഭവമുണ്ട്, ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ മുകളിൽ ഇംഗ്ലീഷ് ENRGB എന്നെഴുതിയത് സെലക്ട് ചെയ്ത് ഡിഫോൾട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ആഡ് മൂവ് ഇൻഡസ്ട്രിയൽ ID കാണാൻ കഴിയും. ഇതാണ് ആഡ് മൂവ് ഇൻഡസ്ട്രിയൽ ആഡ്, അതായത് ആരാണോ ഈ ആപ്പ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ആഡ് ID ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ സിംപിളി എഡിറ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ആൾറെഡി എൻ്റെ ഒരു ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാനൊരു ID കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിവിടെ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് ബിൽഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യാം, ബിൽഡ്. അപ്പോൾ 4 സ്റ്റെപ്പാണ്, അത് കഴിഞ്ഞു. 3 ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുള്ളൂ.
ഓക്കെ, ഇൻഡസ്ട്രിയൽ ID ഇതിൻ്റെ അകത്ത് സേവ് ആയി കഴിഞ്ഞു. അതിനുശേഷം ഇത് നമ്മളെ ഫോണിൻ്റെ അകത്ത് APK എഡിറ്റർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണും. ആ ഫോൾഡറിൻ്റെ അകത്ത് ഈ ഫയല് നമ്മുടെ ആഡ് ID വെച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തതിന് ശേഷം അവർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ സ്മ്യൂളൊക്കെ നിങ്ങൾ കണ്ടാണ്. സ്മ്യൂളിൻ്റെ അകത്ത് ഒരുപാട് പരസ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ സ്മ്യൂൾ പതുക്കെ ഡൗൺലോഡ് ചെയ്യുക. അത് ഒന്ന് അതിൻ്റെ അകത്തുള്ള ബാനർ ID, ഇൻഡസ്ട്രിയൽ ID ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. നിങ്ങളത് കൊടുത്തതിന് ശേഷം ഈ പാട്ടൊക്കെ പാടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്ലോഗിങ് ചെയ്യുന്നവർക്ക് ബ്ലോഗറിൻ്റെ തന്നെ ഇതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആഡ്മൂവ് ID വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു 10-15 പേർക്ക് നിങ്ങൾ ദിവസം ഷെയർ ചെയ്യാനും ഇതേ കണക്ക് ചേഞ്ച് ചെയ്ത് ഷെയർ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ലൊരു വരുമാനം ആഡ്മൂവിലൂടെ കിട്ടുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഈ APK എഡിറ്ററിൻ്റെ ഒരു പ്രോ വെർഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അതായത് എല്ലാ ആപ്ലിക്കേഷനും ഇതേപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചില ആപ്ലിക്കേഷനുകളിൽ പറ്റത്തേയില്ല. പിന്നെ ചില ആപ്ലിക്കേഷനുകൾ APK എഡിറ്റർ പ്രോ വെർഷൻ മേടിക്കേണ്ടി വരും. അത് പെയ്ഡ് ആപ്പാണ്. അത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സംഭവം അഡ്വൈസബിൾ അല്ല. നിങ്ങൾ സ്വന്തമായിട്ട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് നിങ്ങളുടെ സ്വന്തം ID യൂസ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ അത് പബ്ലിഷ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടും. ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ കുറച്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ചെറിയൊരു ട്യൂട്ടോറിയലായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഗുഡ് ബൈ. Hello friends. Like and subscribe Viral Max YouTube channel. Press bell button too for more interesting videos.